രോഗബാധിതനായി ദീർഘനാളായി ചികിത്സയിലായിരുന്ന ടി കൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാത്രി 9:30 പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ വച്ചായിരുന്നു മരണപ്പെട്ടത്. 59 വയസ്സായിരുന്നു. രാവിലെ 10 മണിയോടെ മാത്തലിലെത്തിച്ച മൃതദേഹം CK സ്മാരക ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 2 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ CPM നേതാക്കളായ ടി ഗോവിന്ദൻ, വി നാരായണൻ, സി കൃഷ്ണൻ, KP സതീഷ് ചന്ദ്രൻ, TI മധുസൂദനൻ, KV ഗോവിന്ദൻ, TB രാജേഷ്, K കുഞ്ഞിരാമൻ MLA, ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മാനേജർ M സുരേന്ദ്രൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് 12 മണിയോടെ വീട്ടിലെത്തിച്ച ശേഷം മൃതദേഹം പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. വി സരസ്വതിയാണ് ഭാര്യ. അജിത്, അനീഷ് എന്നിവർ മക്കൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടി പ്രവർത്തകനായ ടി കൃഷ്ണൻ CPIM ആലപ്പടമ്പ ലോക്കൽ സെക്രട്ടറി, KSKTU അവിഭക്ത പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി, പെരിങ്ങോം ബ്ലോക്ക് സെക്രട്ടറി എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചു. 40 വർഷത്തോളം ദേശാഭിമാനി മാത്തിൽ ഏജന്റായും പ്രാദേശിക ലേഖകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മാത്തിൽ ക്ഷീരവികസന സംഘം പ്രസിഡന്റ്, മാത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. മരിക്കുമ്പോൾ അദ്ദേഹം KSKTU ജില്ലാ കമ്മിറ്റി അംഗം, CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയായിരുന്നു. അസംഘടിതരായ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും പാർട്ടിയുടെ വളർച്ചയ്ക്കും നിസ്തുലമായ പ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു ടി കൃഷ്ണനെന്ന് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ അനുസ്മരിച്ചു.